സിനിമയെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആയിരുന്നു. പക്ഷേ ട്രെയിലർ കുറച്ചൊക്കെ നിരാശപ്പെടുത്തിയായിരുന്നു. കാരണം നമ്മൾ കണ്ട് ഒത്തിരി സിനിമകളിലൂടെ കണ്ടുവന്ന ഒരു പ്രമേയമാണ് ഇത് ട്രെയിലറിൽ കൂടി ചർച്ച ചെയ്യുന്ന പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എന്നിരുന്നാലും ഋഷഭ് ഷെട്ടി എന്നുള്ള ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്രാഫ്റ്റിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ സംബന്ധിച്ച് ഒരു സാറ്റിസ്ഫൈ ചെയ്ത ഒരു സിനിമ തന്നെയായിരുന്നു. ആദ്യ പകുതിയിൽ മാത്രം കുറച്ച് രഴിച്ചിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടാം പകുതിയിൽ എത്തുമ്പോഴത്തേക്കും പടപടകളുടെ കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ ഒന്നാമത്തെ 2022 ഇറങ്ങിയ കാന്താരയിൽ ഫൈനൽ ക്ലൈമാക്സിനോട് മുന്നോട്ട് മാത്രമാണ് ആ ഒരു ഗുളികൻ്റെ ആ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ ഈ സിനിമയുടെ പല ഭാഗത്തും അതെല്ലാം വന്നു പോകുന്നത്. അതെല്ലാം ഈ ഒരു സിനിമയുടെ ഒരു ഹൈ മൊമെന്റ്സ് തന്നെയാണ്. അത് ക്ലൈമാക്സിന് മാത്രമല്ല പോകുന്നത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യത്തിൽ രുക്മിണി വസന്ത് ജയറാം ഇവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വളരെ മികച്ച പെർഫോമൻസ് തന്നെ. പ്രത്യേകിച്ച് നമ്മൾ ജയറാമിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്താ പറയുക വാവ് എന്ന് പറയിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രകടനങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. അപ്പോൾ അതിനേക്ക് ഒന്ന് കാഴ്ചവെക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഈ ഒരു മുഴുനീളം ഒരു സാധ്യതയുള്ള റോളാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു റോളിൽ വ്യത്യസ്ത രീതി, അപ്പോൾ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ്, എന്നാൽ ആ ഒരു മനുഷ്യനിലേക്ക് ഒരു ദൈവിക സാന്നിധ്യം അല്ലെങ്കിൽ വരുമ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് സൗത്തിനേക്കാളും നോർത്തിൽ കയറി ആ ഒരു രംഗങ്ങൾക്കെല്ലാം മികച്ച ഒരു എന്താ പറയുക ഒരു സ്വീകാര്യത കിട്ടാൻ വളരെ രീതിയിലുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ആകെ മൊത്തം ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എന്നെ ഒരു തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ തന്നെയാണ്. ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫും കൊള്ളായിരുന്നു, സെക്കൻഡ് ഹാഫും കൊള്ളായിരുന്നു. പിന്നെ ഋഷഭ് ഷെട്ടിയുടെ മേക്കിങ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഓക്കെ. പിന്നെ എടുത്തു പറയാനുള്ളത് ഇന്റർവെൽ ബ്ലോക്കിംഗ് ക്ലൈമാക്സ് അത് ഒരു പിന്നെ ഫസ്റ്റ് ഒരു 10 മിനിറ്റ് അതും കിട്ടിയ സാധനം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഫയർ പടം ഒരു രക്ഷയില്ല. ഇത് ഫസ്റ്റിനേക്കാളും അടിപൊളി പടം. ഒരു ബാഹുബലി ലെവൽ ഒരു യുദ്ധമൊക്കെ വെച്ചിട്ടുണ്ട്, അതും അടിപൊളിയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ക്ലൈമാക്സ് പറഞ്ഞറിയിക്കേണ്ട ഒരു സംഭവമല്ല. തിയേറ്റർ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. പീക്ക് ലെവൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റ് വൈസും അടിപൊളി പടമായിരുന്നു. എല്ലാവരും മസ്റ്റ് കാഴ്ചയായിട്ട് കാണേണ്ട ഐറ്റം തന്നെയാണ്. ഒരിക്കലും നിരാശപ്പെടുന്നില്ല. ഇപ്പോഴും ഒരു രോമാഞ്ചം ഇപ്പോഴും തന്നെ എന്തായാലും വന്നത് നിർത്തായി. ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു ഫിലിം തന്നെയാണ്. അടിപൊളിയാണ്. പടം തുടങ്ങിയ മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ കിളിയെല്ലാം പോയി സെറ്റ് പടമുള്ളൂ. അടിപൊളിയാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. മൂവിയാണ്. തിയേറ്റർ വാച്ച് തന്നെയാണ്. അതുമല്ല എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലും എല്ലാ ഓഡിയൻസിനെയും ക്യാപ്ചർ ചെയ്യുന്നതായിട്ടാണ് പറ്റുന്നത്. ഫസ്റ്റ് പാർട്ടിനെക്കാട്ടും സെക്കൻഡ് പാർട്ടി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. ആൻഡ് എന്താ പറയുക, ഭയങ്കര ഗൂസ്ബംസ് മൊമെന്റ്സ് കിട്ടുന്ന കുറേ നല്ല മൊമെന്റ്സ് ഉണ്ട്. നല്ല ഫ്രെയിംസ് ഉണ്ട്. എഴുന്നേറ്റ് നിന്ന് കൈ അടിക്കാൻ തോന്നിപ്പോകും. അങ്ങനത്തെ കുറേ നല്ല ഫ്രെയിംസ് ഉണ്ട്. ഈ പേഴ്സൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇതൊരു മിത്താണ്, ഒരു വിശ്വാസത്തിന് പ്രതീകമായിട്ട് ചെയ്ത മൂവിയാണ്. അതിനെ ആ ഒരു രീതിയിൽ കാണുക, അല്ലാതെ ഒരു എന്താ പറയുക ഇതിൽ എന്താണ് ലോജിക്ക്, ഇതിലെങ്ങനെ നടക്കും അങ്ങനെ നോക്കി കാണുക. അങ്ങനത്തെ ഒരു പടവും അല്ല. പടം ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ഋഷഭ് ഷെട്ടി എന്ന് പറയുമ്പോൾ തൊഴുതോട് ഞാൻ നിൽക്കുമ്പോൾ അതാണ് പുള്ളിയുടെ ആക്ടിങ്, ഡയറക്ഷൻ, മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി എല്ലാം ബ്രില്യൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മസ്റ്റ് വാച്ചാണ്. ഞാൻ ഒരു ഈശ്വര വിശ്വാസി ആയോണ്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ദൈവത്തിൻ്റെതാണല്ലോ മൊത്തം പറഞ്ഞു പോകണത്. സോ ബ്രില്യൻറ്റ്, ഒന്നും പറയാം.